മധ്യപ്രദേശിലെ ഉജ്ജയിനിൽ മഹാകാലേശ്വർ ക്ഷേത്രത്തിൻ്റെ കവാടത്തിനരികിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇന്ത്യയിലെ അറിയപ്പെടുന്ന 12 ജ്യോതിർലിംഗ ക്ഷേത്രങ്ങളിലൊന്നായ ശിവക്ഷേത്രമാണിത്. ദക്ഷിണഭാഗത്തേക്ക് മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഇന്ത്യയിലെ ഏക ജ്യോതിർലിംഗ ക്ഷേത്രവും ഈ മഹാകാലേശ്വർ ക്ഷേത്രമാണ്. ക്ഷിപ്ര നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രാങ്കണത്തിൽ ഇതുപോലുള്ള അനേകം പ്രതിമകളുണ്ട്. മിക്കവാറും എല്ലാ ദിവസങ്ങളിലും നല്ല ഭക്തജനത്തിരക്ക് അനുഭവപ്പെടുന്ന ക്ഷേത്രങ്ങളിലൊന്നാണ് മഹാകാലേശ്വർ ക്ഷേത്രം. ഇവിടുത്തെ ഭസ്മ ആരതി ഏറെ പ്രസിദ്ധമാണ്. പുലർച്ചെ നടക്കുന്ന ഈ ചടങ്ങിൽ ചിതാഭസ്മമാണ് ഉപയോഗിക്കുന്നത്. പുരാണങ്ങളിൽ പറയപ്പെടുന്നത് പ്രകാരം ഒരു അസുരനിൽ നിന്നും ഈ പ്രദേശത്തെ രക്ഷിക്കാൻ ഭഗവാൻ ശിവൻ മഹാകാല രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു എന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രം ശക്തിയുടെയും രക്ഷയുടെയും കേന്ദ്രമായി കണക്കാക്കപ്പെടുന്നു. ഭക്തർക്കൊപ്പം മറ്റ് സന്ദർശകർക്കും ഏറെ ഹൃദ്യമായ അനുഭവങ്ങൾ നൽകുന്ന ഇതുപോലുള്ള അനേകം നിർമ്മിതികൾ ഈ ക്ഷേത്രാങ്കണത്തിലുണ്ട്. ഏറെ വിശാലമായ ക്ഷേത്രാങ്കണവും അതിനകത്തെ മനോഹരമായ ഇത്തരം നിർമ്മിതികളും ഭക്തജനത്തിരക്ക് ഒട്ടൊക്കെ കുറയ്ക്കുന്നതിനും മറ്റ് സന്ദർശകർക്ക് സമയം ചെലവഴിക്കുന്നതിനും വളരെ സൗകര്യപ്രദമാണ്. കുംഭമേളക്കാലത്ത് ഉജ്ജയിൻ നഗരം ആത്മീയ ആഘോഷങ്ങളുടെ കേന്ദ്രമായി മാറുന്നു. പ്രാചീന കാലത്ത് അവന്തി രാജ്യത്തെ പ്രധാന ആത്മീയ കേന്ദ്രമായിരുന്നു ഉജ്ജയിൻ നഗരം. ഈ നഗരം സന്ദർശിക്കുന്നവർ നിശ്ചയമായും കാണേണ്ട സ്ഥലങ്ങളിലൊന്നാണ് മഹാകാലേശ്വർ ക്ഷേത്രം. ഉജ്ജയിനിലെ മറ്റു വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം.